ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ പരിചയപ്പെടുത്തൽ ഒന്നും തന്നെ ആവശ്യമില്ലാത്ത ഒരു താരമാണ് ഷാജിദ ഷാജി. ഭർത്താവ് മരണപ്പെട്ടതിന് ശേഷം തൻ്റെ 5 പിഞ്ചു കുഞ്ഞുങ്ങളുമായി ഒരു യൂട്യൂബ് ചാനലുമായി വളരെ സൂര്യജീവിതം നടത്തി വന്ന ഒരു സ്ത്രീയായിരുന്നു ഷാജിദ ഷാജി. അതുകൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു ഈ സ്ത്രീയെ. തൻ്റെ ഭർത്താവ് മരണപ്പെട്ടതിന് ശേഷം 1 വർഷം തികയുന്നതിന് മുന്നേ തന്നെ മറ്റൊരു യുവാവുമായി പ്രണയത്തിലാവുകയും അതിനുശേഷം തൻ്റെ വിവാഹം കഴിഞ്ഞു എന്ന് സോഷ്യൽ മീഡിയയിൽ പബ്ലിക്കായി വന്നിരുന്നുകൊണ്ട് താലിമാല കാണിച്ചുകൊണ്ട് ഒരു സ്ത്രീ പറയുകയാണ്. അതും പ്രേക്ഷകർ അംഗീകരിച്ചു. അതിലും യാതൊരു കുഴപ്പവും തന്നെയില്ല. എന്നാൽ ദിവസങ്ങൾക്ക് ശേഷം മറ്റൊരു ചാനലിൽ ഇരുന്ന് കൂളായിട്ട് ആ സ്ത്രീ പറയുകയാണില്ല, എൻ്റെ കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ല, ഞാൻ ആ യുവാവുമായി ഉണ്ടായ പ്രശ്നത്തിൽ അവരുടെ ദേഷ്യത്തിൽ താൻ സോഷ്യൽ മീഡിയയിൽ എടുത്തിട്ടതാണ് ഇത്. അതിനുശേഷം അദ്ദേഹം ആ വീഡിയോ പിൻവലിക്കുകയാണ്. എന്താണ് ഇത്രയും ഒരു സോഷ്യൽ മീഡിയയിൽ വന്ന് മറ്റൊരു യുവാവിനെ തേജോവധം ചെയ്യുന്ന രീതിയിൽ തന്നെ കല്യാണം കഴിച്ചു എന്ന് ഫോട്ടോ സഹിതം വന്ന് പറയുന്ന ഒരു സ്ത്രീ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അത് വളരെ കൂളായിട്ട് ഇല്ല, എൻ്റെ കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ല, ഞാൻ ചുമ്മാ പറഞ്ഞതാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ ആ സ്ത്രീയുടെ മുഖം തീർച്ചയായിട്ടും കപട മുഖമാണ് എന്ന് നമ്മൾക്ക് വിശ്വസിച്ചേ തീരും. പക്ഷേ ആ സ്ത്രീ പറയുന്നത് അങ്ങനെയൊന്നുമല്ല. ഞാനൊരു 5 കുട്ടികളുടെ ഉമ്മ ആയതുകൊണ്ട് എനിക്ക് വേറെ കല്യാണം കഴിക്കാൻ പാടില്ലേ, ഞാൻ കല്യാണം കഴിച്ച ചെറുപ്പക്കാരൻ ഒരു 22 വയസ്സായിപ്പോയത് വളരെ മോശമായി പോയ അവസ്ഥയാണോ, അതുകൊണ്ടാണ് സോഷ്യൽ മീഡിയ തന്നെ കുറ്റപ്പെടുത്തുന്നത് എന്നാണ്. ഒരിക്കലുമല്ല. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും നമ്മൾ ആ സ്ത്രീയുടെ പക്ഷത്ത് തന്നെയാണ്. അദ്ദേഹത്തിനേക്കാൾ പ്രായം കുറഞ്ഞൊരു യുവാവിനെ കല്യാണം കഴിക്കാനുള്ള എല്ലാ അധികാരവും ഇന്ത്യൻ ഭരണഘടന നൽകുന്നുണ്ട്. അത് നമ്മളൊന്നും വകവെച്ച് കൊടുക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. അതുകൊണ്ടൊന്നും തന്നെയല്ല, മറ്റൊരു രീതിയിൽ അതിനെ വൈറലാക്കാൻ വേണ്ടി അതൊരു സ്വന്തം കണ്ടന്റ് മാത്രമായി കണ്ട വളരെ മോശമായ ഒരു സ്വഭാവമുള്ള ഒരു സ്ത്രീയായിട്ടാണ് ഈ സ്ത്രീയെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ആദ്യമായി ഒരു ഇൻ്റർവ്യൂവിൽ വന്ന് ഷാജിദ ഷാജി മാധ്യമങ്ങളോട് പറയുന്ന ഏതാനും ചില ഭാഗങ്ങൾ ആദ്യമായി ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. അതിനുശേഷം ബാക്കി കാര്യങ്ങൾ, ഈ വീഡിയോ കുറച്ച് ലോങ്ങായി പോയി. തീർച്ചയായിട്ടും നിങ്ങൾ തീർത്തും ഈ വീഡിയോ തീർന്നവരെ ഈ കാര്യങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് ഇതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാവുന്നതാണ്. അത് കൂടുതലായിട്ട് 5 കുട്ടികളുണ്ടുള്ള ഒരു സംഭവം ഉണ്ടല്ലോ, അതാണ് കൂടുതലായിട്ട് എടുത്തു പറയുന്നത്. 5 മക്കളുള്ളതുകൊണ്ട് അവർ കല്യാണം കഴിച്ചാൽ അത് നല്ലതായി പോവില്ല, മക്കളുടെ ഭാവി ഇതാവും എന്നെല്ലാം പറഞ്ഞിട്ടാണ് പ്രശ്നം. അല്ലാണ്ട് ഇപ്പോൾ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. മെയിനാ മക്കള് ഉണ്ടല്ലോ, 5 കുട്ടികളുണ്ടല്ലോ, അവരെ നോക്കിയാൽ പോരെ, എന്തിനാ വേറൊരു കല്യാണം, അങ്ങനെയാണ് ചോദിക്കുന്നത്. അല്ല, 5 മക്കളുണ്ട് ഉള്ള ഒരാൾക്ക് ഇപ്പം ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അവർക്ക് വേറൊരു ജീവിതം പാടില്ല എന്നല്ല അപ്പം ആൾക്കാർ പറയുന്നതിന്റെ അർത്ഥം. അപ്പൊ സാജിദയ്ക്ക് എന്താ അതിൽ തോന്നുന്നത്? അതെ, എനിക്ക് തോന്നുന്നത് എന്താന്ന് വെച്ചാല്, എനിക്ക് പേഴ്സണലി ഇപ്പൊ മക്കളെ ഞാൻ അല്ലെങ്കിൽ നോക്കുന്നുണ്ട്, കല്യാണം കഴിച്ചാലും ഞാൻ അവരെ നോക്കും. അതൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നണില്ല. പിന്നെ ഒന്നാമത്തേത്, എന്നെക്കാളും പ്രായം കുറഞ്ഞ ആൾക്കാരെ കല്യാണം കഴിക്കുന്നതിലാണ് പ്രശ്നം. ഒരു മെയിൻ ടോപ്പിക് അതാണ്. സ്ത്രീകൾ പ്രായത്തിൽ കുറഞ്ഞ ആളെ കല്യാണം കഴിക്കരുത് എന്നുള്ളൊരു അങ്ങനത്തെ ഒരു സംഭവം. ഓക്കെ, നമ്മളിപ്പം അതായത് ഇപ്പം സാജിദ ഇപ്പം ഹസ്ബൻഡ് മരിച്ചു, അപ്പം 5 കുട്ടികളുണ്ട്, അവരെ നോക്കുന്നു, യൂട്യൂബ് ചാനലൊക്കെ ഇട്ട് മുന്നോട്ട് പോകുന്ന ഒരു സാധു സ്ത്രീ, എല്ലാ ആൾക്കാർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു സ്ത്രീയാണ്, ആയിരുന്നു. ഭയങ്കര സപ്പോർട്ടായിരുന്നു ആദ്യ കാലങ്ങളിലൊക്കെ. എനിക്ക് തോന്നുന്നു ഭയങ്കര സപ്പോർട്ടുള്ള ഒരു യൂട്യൂബർ ആയിരുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ എപ്പോഴും പറയുമ്പോ ഇക്കയാണ് എനിക്ക് മറക്കാൻ പറ്റത്തില്ല, എന്നും ഇക്ക എന്റെ മനസ്സിലുണ്ടാവും എന്നൊക്കെ പറയുന്ന ഒരാൾ. എനിക്ക് തോന്നുന്നു ഹസ്ബൻഡ് മരിച്ച് ഏകദേശം 1 year ആകുമ്പോഴേക്കും പെട്ടെന്ന് ഞാനൊരു കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു മഹാറൊക്കെ ആയിട്ട് വരുന്നു. അപ്പം അതും ആൾക്കാർ, എനിക്ക് തോന്നുന്നു അതും ഓക്കെ എന്ന് പറഞ്ഞ ആൾക്കാർ അഡ്ജസ്റ്റ് ചെയ്തു, അവർക്കും വേറൊരു ജീവിതം ആകാലോ എന്ന് വിചാരിച്ചിട്ട്. കുറച്ച് നാൾ കഴിഞ്ഞിട്ട് പറയാം അത് ഫ്രണ്ടാണ്, ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല എന്ന് പറയുമ്പോഴാണ് എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ സാജിദനെ ഇഷ്ടപ്പെട്ട ആൾക്കാരൊക്കെ തിരിഞ്ഞത്. അപ്പം ശരിക്കും എന്താണ് സത്യം? കല്യാണം കഴിഞ്ഞില്ലേ? ഇല്ല, കല്യാണം കഴിച്ചിട്ടില്ല. പക്ഷെ ഒരു സംഭവത്തിലേക്ക് എത്തിയതെന്ന് പറഞ്ഞാല് ഈ പറയുന്ന ആൾക്കാർ തന്നെയാണ്. ഓരോരുത്തർ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ സബ്സ്ക്രൈബേഴ്സും അല്ലാണ്ടും പുറമേ നമ്മളിപ്പോ യൂട്യൂബർ ആയതുകൊണ്ട് തന്നെ നമുക്ക് പല അപവാദങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് തന്നെ അപ്പോൾ ഞാൻ വിചാരിച്ചു അത് അങ്ങനെ ഒരു ടോപ്പിക് എടുത്തിടാന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു കണ്ടന്റ് പിടിച്ചത്. പക്ഷെ ആ കണ്ടന്റ് ഇത്ര വൈറലാവുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. അത് പക്ഷെ നമ്മൾ ഇത്രയും വൈറലായി നിൽക്കുന്ന ഒരാള് എന്ത് ചെയ്താലും അത് വൈറലാവുമല്ലോ. അപ്പൊ അത് മനഃപൂർവ്വം ഒരു റീച്ചിന് വേണ്ടി ക്രിയേറ്റ് ചെയ്തൊരു കണ്ടന്റ്? റീച്ച് ഒന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മൾക്ക് നെഗറ്റീവായി നിൽക്കുന്ന സബ്സ്ക്രൈബേഴ്സിന് ഒരു തിരിച്ചടി കൊടുക്കുക എന്നുള്ളൊരു ഇതിലാണ് കല്യാണത്തിന്റെ ടോപ്പിക് എടുത്തിട്ടത്.
അപ്പൊ ഇത്ര നാള് അതിപ്പോ നമ്മൾ എത്ര നല്ല കാര്യം ചെയ്താലും അവര് നെഗറ്റീവ് തന്നെ പറയുള്ളൂ. അപ്പൊ ഇങ്ങനെ ഒരു ടോപ്പിക് ഇട്ടതിന് ശേഷം ആ നെഗറ്റീവ് പറയുന്ന ആൾക്കാർക്ക് തിരിച്ചടി കിട്ടിയെന്ന് തോന്നുന്നുണ്ടോ? അവരുടെ വായ അടുപ്പിക്കാൻ പറ്റിയെന്ന് തോന്നുന്നുണ്ട്. ഫസ്റ്റ് കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഇവര് വിചാരിച്ചു ഞാൻ കല്യാണം ഇനി കഴിക്കില്ല, അങ്ങനത്തെ എനിക്കൊന്നും ഇത്ര ചെറിയ ചെക്കന്മാരനൊന്നും കിട്ടില്ല എന്നൊക്കെ ആയിരുന്നു ഇവരുടെ ഒരു. നിങ്ങൾ കേട്ടില്ലേ, വളരെ വെടുപ്പായിട്ട് കാര്യങ്ങൾ നമ്മുടെ സാജിദ തന്നെ വ്യക്തമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ സാജി പറയുന്നത് തൻ്റെ ഹേറ്റേഴ്സിന് എന്തെങ്കിലും ഒന്ന് കൊടുക്കണ്ടേ, അവരെല്ലാം തന്നെ കല്യാണം കഴിക്കുന്നില്ലേ, എന്താണ് ഭാവി പരിപാടി എന്നൊക്കെ പറഞ്ഞപ്പോൾ തന്നെ സ്നേഹിക്കുന്ന തൻ്റെ പ്രേക്ഷകരോടാണ് താൻ പറഞ്ഞത് തൻ്റെ കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞ് മഹറും കാണിച്ച് താൻ പ്രത്യക്ഷപ്പെട്ടത് എന്നാണ് പറയുന്നത്. തന്നെ വിമർശിക്കുന്നവർക്ക് ഒരു പണി കൊടുക്കാൻ വേണ്ടിയാണ് താൻ ഈ വീഡിയോയും ഈ ഫോട്ടോയും എല്ലാം സോഷ്യൽ മീഡിയയിൽ എടുത്തിട്ടത് എന്നാണ് സാജിദ പറയുന്നത്. അപ്പോൾ അവർക്ക് ഞാനൊരു പണി കൊടുത്തു, അങ്ങനെ അവർക്ക് സമാധാനമായി എന്നാണ് പറയുന്നത്. ഇത് കേട്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും, ഇതുപോലെ ഒരു പച്ച കള്ളത്തരം അത് സോഷ്യൽ മീഡിയയിൽ വന്ന് തൻ്റെ സ്വന്തം ജീവിതം വെച്ച് കളിക്കാൻ ഇന്ന് കേരളത്തിൽ ഒരു സ്ത്രീ പുറപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് സാജിദക്ക് മാത്രമേ സാധിക്കുള്ളൂ. അത്രയും വലിയൊരു തൊലിക്കട്ടി നമ്മൾ അടുത്ത കാലത്തൊന്നും ആർക്കും തന്നെ കണ്ടിട്ടില്ല എന്നാണ് നമുക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ സാജി പറയുന്നുണ്ട്, പിന്നെയും ഒരു ഷോർട്സ് എടുത്തിടുന്നത് കണ്ടു. വയനാട്ടിൽ ഒരു ടൂറ് പോവുകയും അതുപോലെ തന്നെ തൻ്റെ ബോയ് ഫ്രണ്ടിനൊപ്പം ഇരുന്നു കൊണ്ട് തോളിൽ കൈയിട്ട് ഇരിക്കുന്ന ഒരു ചിത്രം എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇടുന്നത് നമ്മൾ കണ്ടു. അത് പറയുന്നത് അത് ഒരു റൂമിലല്ലായിരുന്നു എന്നും അതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമാണ്, അവിടെ ഒരു സോഫ ഇട്ടു അതിൽ ബോയ് ഫ്രണ്ട് വന്ന് ഇരുന്നപ്പോൾ തോൾ കൈയിട്ടപ്പോൾ അറിയാതെ സുഹൃത്തെടുത്ത പിക്ചറാണ് അത് എന്നാണ് പറയുന്നത്. ആ സുഹൃത്തല്ല ആ പിക്ചർ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തത്. അതും അദ്ദേഹത്തിൻ്റെ ബോയ് ഫ്രണ്ടുമായുള്ള കലഹത്തെ തുടർന്ന് ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് അതും സാജി അതൊരു കണ്ടന്റായി ഉപയോഗിക്കുകയായിരുന്നു, ഒരു ഭീഷണി സ്വരത്തിൽ. അതിനുശേഷം അവർ ഒരു രമ്യതയിലെത്തിയതിനു ശേഷം വൈകുന്നേരത്തോടെ അത് സോഷ്യൽ മീഡിയയിൽ നിന്ന് അവർ തന്നെ ഡിലീറ്റ് ചെയ്ത് മാറ്റുകയാണ് ഉണ്ടായത്. സാജിയുടെ വാക്കുകളെ. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മൾ സപ്പോർട്ടായിട്ട് നിൽക്കണവരെ ഒരിക്കലും നമ്മൾ ഇതാക്കരുതല്ലോ, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് സപ്പോർട്ടായിട്ട് അങ്ങനെ പറഞ്ഞതാണ്. പക്ഷെ അവർക്ക് തിരിച്ചടി കൊടുക്കണമെന്ന് വിചാരിച്ചിട്ട് ശരിക്കും സാജിദക്ക് തന്നെ അതൊരു തിരിച്ചടി ആയ പോലെ ആയില്ലേ? അത് കുറച്ച് റിയാക്ഷൻ വീഡിയോസുകാർക്ക് കുറച്ചൊരു കണ്ടന്റായി കിട്ടി. നോക്കിയിട്ട് അതിൽ കാണുന്നവര് ഇതെന്താ സംഭവം എന്നിട്ട് നമ്മുടെ കയ്യിൽ വന്നിട്ട് കാണുന്നവരുണ്ടല്ലോ, അപ്പൊ നമുക്ക് വ്യൂസും അതിനനുസരിച്ച് കൂടും, സബ്സ്ക്രൈബേഴ്സും അതിനനുസരിച്ച് കൂടും. അപ്പൊ പിന്നെ നമുക്കത് ലാഭം തന്നെയാണ്. പക്ഷെ അതിനിട്ട് വന്നിട്ടില്ല എന്ന് പറയാ. അപ്പൊ എന്തൊക്കെ വന്നാലും എൻഡ് ഓഫ് ദ ഡേ ഇത് വന്ന് ചേരുന്നത് സാജിദയുടെ തലയിലാണല്ലോ. അപ്പം അതിൻ്റെതായ അങ്ങോട്ട് ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല, ഇത്ര വൈറലാവുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല ശരിക്കും. ജസ്റ്റ് ഒരു ഇതിന്റെ മുന്നൊരു Q&A ക്വസ്റ്റ്യനിൽ ഞാനിട്ട് അതിലും ഇതേപോലെ ക്വസ്റ്റ്യന് കല്യാണം കഴിക്കണില്ലേ എന്ന് ചോദിച്ചിട്ടായിരുന്നു. അപ്പൊ ആ ഒരു സംഭവത്തിന് ഒരു ഇത് നടന്നുകൊണ്ടിരിക്കുന്ന ടൈമിലാണ് ഞാൻ ഈ ഒരു കണ്ടന്റ് എടുത്തിട്ടത്. അങ്ങനെയാണ്. പക്ഷെ ഇത് ഇത്ര അങ്ങോട്ട് കത്തിക്കയറുന്ന ഞാൻ വിചാരിച്ചില്ല. ഇപ്പം നിലവില് കല്യാണം കഴിച്ചിട്ടില്ല. ഇല്ല, കല്യാണം കഴിച്ചിട്ടില്ല. ഇപ്പൊ കാട്ടിക്കൂട്ടിയതൊക്കെ ഈ പറഞ്ഞ പോലെ ചില ആൾക്കാർക്ക് ഒരു തിരിച്ചടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ അത് സ്വയം ഇപ്പൊ അവനവൻ കുഴിക്കുന്ന കുഴിയിൽ അവനവൻ തന്നെ വീണു എന്ന് പറയുന്നൊരു സിറ്റുവേഷനിൽ പാട്ടായിട്ട് എടുത്തിട്ടുള്ളൂ. അതില് ഒരിക്കലും മുന്നേ ആളെ കല്യാണം കഴിച്ചു എന്ന് ഞാൻ പറയില്ല. അതിന് മുന്നേ ഞാൻ കല്യാണത്തിന്റെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഫ്രണ്ട്സിന്റെ കൂടെ വയനാട് പോയി എന്ന് പറഞ്ഞു. അത് ട്രിപ്പായിരുന്നോ? അതൊരു ട്രിപ്പും പിന്നെ എനിക്ക് അവിടെ ഒരു കുറച്ച് വർക്കും കാര്യങ്ങളുണ്ടായിരുന്നു, അതിന്റെ ഭാഗമായിട്ട് പോയി. അപ്പൊ ഇവൻ ഫ്രണ്ടായിട്ട് എനിക്കൊരു 5-6 മാസത്തോളമായിട്ട് ഇവൻ എൻ്റെ ഫ്രണ്ടാണ്. കാസർഗോഡത്തെ ഈ ഷർഫ് അലി പറയുന്ന ആളെൻ്റെ ഫ്രണ്ടാണ്. അപ്പൊ അവരും ട്രിപ്പ് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ കൂടെ അങ്ങനെ പോയി. പ്രമോഷൻ ആയിരുന്നു. 5-6 മാസമായിട്ടാണ് ഈ പുള്ളി ഫ്രണ്ടായിട്ട്. പക്ഷെ ഒരു ഇന്റർവ്യൂല് പറയണ്ടായിരുന്നു ഇക്ക ഉള്ള സമയത്ത് നിങ്ങൾ ഇൻസ്റ്റഗ്രാമില് ഫ്രണ്ടാണ്, പക്ഷെ ഞാൻ ഇവനായിട്ട് കോണ്ടാക്ട് ഒന്നുമില്ല. ഫ്രണ്ട് പറഞ്ഞ എന്റെ റീൽസിനൊക്കെ ലൈക്ക് ഇടും, സ്റ്റോറിക്കൊക്കെ മെൻഷൻ ആക്കാൻ പറയും, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അല്ലാണ്ട് ഇവനായിട്ട് ഞാൻ ചാറ്റിങ്ങോ മെസ്സേജസോ ഒന്നുമില്ല. അപ്പം ഇക്ക മരിച്ചതിന് ശേഷം ഞാൻ ഒരു സ്റ്റോറി ഇട്ട, ഒരു സാഡ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ഇട്ട. ഒരു റൂമല്ല ശരിക്കും, അതൊരു ഹോട്ടലിൽ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറിയതാണ്. അപ്പൊ ഞാനും ഇതേപോലെ ഒരു സോഫ ഇട്ടിട്ടുണ്ട് അവിടെ. അപ്പൊ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഇരിക്കുമ്പോൾ അവൻ എൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് ഇങ്ങനെ എന്തോ പറയാൻ വേണ്ടിട്ട് ഇങ്ങനെ തോളുകൂടെ കൈയിട്ട് അത് അവന്റെ ഫ്രണ്ട് പിക്ക് എടുത്തു. അവൻ ഫ്രണ്ടിൽ ഇരിക്കണ്ടായിരുന്നു, അവൻ എടുത്തു ആ ഒരു പിക്കാണ് അത്. എല്ലാവരും വിചാരിച്ചു ഇത് റൂമിലാണ്. ഒരിക്കലും റൂമല്ല, അത് ഇങ്ങനത്തെ ഒരു സോഫ ഇട്ടിട്ട്
അവിടെ ഇരുന്നതാണ്. ആ പിക്ക് സാജിദ തന്നെയാണ് പോസ്റ്റ് ഞാൻ തന്നെയാണ് ആ പിക്കും പിന്നെ കുറച്ച് ഫോട്ടോസ് വീഡിയോസ് ഒക്കെ കൂടിയിട്ട് എല്ലാം കൂടിയിട്ടാണ് ഒരു ഷോർട്സ് ആയിട്ട് ഇടുന്നത്. അത് കണ്ടപ്പോഴാണ് ആൾക്കാർ റൂം എടുത്തു താമസിച്ചു അങ്ങനെയൊക്കെ ഇപ്പൊ വൈറലായി കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നീട് അത് ഡിലീറ്റ് ചെയ്തു. ഞാനത് വൈകുന്നേരം തന്നെ ഡിലീറ്റ് ചെയ്തു. ഞാനത് അവനോടുള്ള ഒരു ദേഷ്യം കൊണ്ട് ഇട്ടതാണ്. ആരോട്? ഇവൻ ഷർഫലിനോട് തല്ലുകൂടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ടൈമിൽ അവന്റെ അടുത്തുള്ള ദേഷ്യം ഞാൻ ഇതിൽ തീർത്തതാണ്. ഞാൻ നിന്റെ വീഡിയോസ് ഒക്കെ ഞാൻ ഇങ്ങനെ ഇടും എന്ന് പറഞ്ഞിട്ട് ഷോർട്സ് ആയിട്ട് ഇട്ടു. ഇട്ട ടൈമില് ഞാൻ ഇത്ര കാര്യമാക്കിയില്ല, ഇത് ആൾക്കാർ എടുക്കുന്നു വിചാരിച്ചില്ല. ഞാൻ പിന്നെ അത് വൈകുന്നേരം ആകുമ്പോഴേക്കും സോൾവ് ആകുമ്പോൾ ഞാൻ ഡിലീറ്റ് ചെയ്തു. പക്ഷെ അപ്പോഴേക്കും എല്ലാവരും എടുത്ത് വലിയ കാര്യമല്ല, ഇതെല്ലാം ഒരു കണ്ടന്റ് എന്ന രീതിയിൽ അതുപോലെ തന്നെ മറ്റുള്ളവരെ എങ്ങനെ ബ്ലാക്ക്മെയിൽ ചെയ്ത് തന്റെ കാര്യങ്ങൾ നേടിയെടുക്കാം എന്ന കാര്യത്തിൽ ഇദ്ദേഹത്തിന് പ്രത്യേക എന്തോ കോച്ചിങ് ലഭിച്ചതുപോലെയാണ്. പിന്നെ നല്ലൊരു സ്ത്രീ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, 5 മക്കളുള്ള ഒരു പിതാവ് അതും ഒരു സൂയിസൈഡ് ചെയ്യണമെങ്കിൽ എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടാവും. ആ സ്ത്രീ എന്നെ പറയുന്നുണ്ട്, ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ എനിക്ക് തൻ്റെ ബോയ് ഫ്രണ്ടുമായി ഇൻസ്റ്റാഗ്രാമിൽ പരിചയമുണ്ടായിരുന്നു എന്നും, എന്നാൽ അതൊരു ബന്ധത്തിൽ എത്തിയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതൊന്നും സാജിക്ക് വലിയ പ്രശ്നങ്ങളുള്ള കാര്യമല്ല. തൻ്റെ കുഴപ്പം കൊണ്ടല്ല പിതാവ് ആത്മഹത്യ ചെയ്തത് എന്നാണ് ഭർത്താവ് ആത്മഹത്യ ചെയ്തത് എന്നാണ് സാജി പറയുന്നത്. അതുപോലെ തന്നെ സാജി എന്ന് പറയുന്നത് 1 മിനിറ്റിൽ അതേ പറഞ്ഞ വാക്ക് അതേപോലെ തന്നെ മാറ്റി പറയാൻ യാതൊരു എളുപ്പമില്ലാത്ത ഒരു സ്ത്രീയായിട്ടാണ് നമുക്ക് മനസ്സിലായത്. കാരണം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. സാജി പറയുന്നു, ഇനി ആ ചെറുക്കനെ കാസർഗോഡുള്ള ചെറുപ്പക്കാരനെ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്നും, ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു ബന്ധമില്ല എന്നും, ഇനി നല്ലൊരു പ്രപ്പോസൽ വന്നാൽ അദ്ദേഹത്തിന് വേറെ കല്യാണം കഴിക്കാമെന്നും ഞാൻ വേറെ കല്യാണം കഴിക്കുമെന്നും പറയുന്നു. സാജി തന്നെ പറയുന്നു മറ്റൊരു ഇൻ്റർവ്യൂവിൽ പോയി, അങ്ങനെ എങ്ങനെ ചെറുപ്പക്കാരൻ മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും താൻ നിയമ നടപടികളുമായി മുന്നോട്ട് പോകും, അപ്പോൾ എൻ്റെ സ്വഭാവം നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് പറയുന്ന ഈ സ്ത്രീ ഇന്ന് ഇൻ്റർവ്യൂവിൽ വെച്ച് പറയുകയാണ് എനിക്കതൊന്നും കുഴപ്പമില്ല. അപ്പോൾ തിരിച്ച് ആ ലേഖിക ചോദിക്കുന്നുണ്ട്, ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പോൾ പറയാം എനിക്ക് അങ്ങനെ പോകാം, തീർച്ചയായിട്ടും എൻ്റെ കയ്യിൽ തെളിവുകളുണ്ട്. എന്താണ് ഈ സ്ത്രീയുടെ ഉന്നമനം, എന്താണ് ഈ സ്ത്രീയുടെ എയിം എന്ന് തീർച്ചയായിട്ടും നിങ്ങൾക്കും മനസ്സിലാവില്ല. അത് തന്നെയാണ് അവരുടെ കച്ചവടം. ഇങ്ങനെ ബ്ലാക്ക്മെയിൽ ചെയ്ത് തൻ്റെ കാര്യങ്ങൾ നേടിയെടുക്കാൻ പ്രത്യേക വൈദഗ്ധ്യമുള്ള ഒരു സ്ത്രീയായിട്ടാണ് നമുക്ക് ഈ സ്ത്രീയെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സാജിയുടെ അവസാനമായി കല്യാണത്തെക്കുറിച്ച് അവർ പറയുന്ന വാക്കുകൾ നിങ്ങൾക്ക് ശ്രദ്ധിക്കാം. കഴിക്കണം എന്നുള്ളൊരു സിറ്റുവേഷൻ വന്നാൽ റെഡിയാണ് അവൻ. ഒരിക്കലും റെഡിയാണോ? അല്ല, ഒരിക്കലും അവൻ കല്യാണം കഴിക്കാനുള്ള സിറ്റുവേഷനിലേക്ക് വരില്ല. കാരണം അവന്റെ വീട്ടിൽ അതൊന്നും ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യില്ല. അവന്റെ ഉമ്മാനായിട്ടൊക്കെ ഞാൻ സംസാരിച്ചതാണ്. പിന്നെ അവനിക്ക് ഇഷ്ടമാണെങ്കിലും എനിക്ക് ഇഷ്ടമാണെങ്കിലും നമ്മൾ തമ്മിൽ കല്യാണം കഴിക്കാനുള്ള ആ ഒരു സംഭവം പ്ലാനിങ് ഒന്നും ഒരിക്കലും ഇടാൻ പറ്റില്ല. അഥവാ അങ്ങനെ ഒരു ചാൻസ് വന്ന അവനൊരു പ്രപ്പോസ് വന്നാൽ അവന് വേറെ കല്യാണം കഴിക്കണേൽ എനിക്ക് വിരോധമില്ല. എനിക്ക് അതേപോലെ ഒരു പ്രപ്പോസ് വന്നാൽ ഞാൻ കല്യാണം കഴിക്കും. ഷർഫ് അലി വേറൊരു കല്യാണം കഴിക്കുകയാണെങ്കിൽ ഞാൻ അത് സമ്മതിക്കില്ല, നിയമപരമായിട്ട് പോകും എന്നൊക്കെ ഒരു ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും മാറ്റി പറഞ്ഞിരിക്കുന്നത്? അത് ഞാൻ വെറുതെ പറഞ്ഞതാണ്. അതിന് നമ്മളിപ്പോ അങ്ങനെയാണ് പറഞ്ഞപ്പോ എനിക്ക് ഒരുപാട് നിയമപരമായിട്ട് പോവായിരുന്നു. ഒരുപാട് പേരുടെ മേലെ എനിക്ക് കേസും കാര്യങ്ങളായിട്ട് പോവായിരുന്നു. കാരണം ഇവൻ എന്നെ ചീറ്റ് ചെയ്തു, ഇവൻ എന്റെ കൂടെ ഇത്ര മാസം ഉണ്ടായി, ഇവൻ എന്നെ ഇതാക്കി എന്നെല്ലാം പറഞ്ഞിട്ട് എനിക്ക് പോവാം. ആ ഒരു തീരുമാനം അവന് ഇഷ്ടമാണ്, കല്യാണം കഴിക്കാൻ റെഡിയാണെന്ന് പറഞ്ഞാൽ ഞാൻ കല്യാണം കഴിക്കാൻ റെഡിയാണ്. അപ്പോൾ ഇതുകൊണ്ടെല്ലാം എന്ത് നേട്ടങ്ങൾ ഉണ്ടായി എന്ന് നമ്മൾ സാജിദോട് ചോദിച്ചാൽ സാജിദ പറയുന്നത് തൻ്റെ ചാനലിൻ്റെ റീച്ച് കൂടി, ഒരുപാട് സബ്സ്ക്രൈബർ കൂടി, ഒരുപാട് വരുമാനം കൂടി എന്നൊക്കെയാണ്. തീർച്ചയായിട്ടും അവരുടെ ചാനലുകൾ വളരട്ടെ, അതിലൊന്നും നമുക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മാതൃത്വത്തെയും സ്ത്രീത്വത്തെയും എല്ലാം നമ്മൾ ബഹുമാനിക്കുന്നു. അതുപോലെ തന്നെ തൻ്റെ ഭർത്താവ് സൂയിസൈഡ് ചെയ്തതിനു ശേഷം ഈ 5 മക്കളെ റോഡിലെറിയാതെ തീർച്ചയായിട്ടും തൻ്റെ കരങ്ങൾ സുരക്ഷിതമായി വളർത്തുന്നു എന്നതിൽ തീർച്ചയായിട്ടും നമുക്കും അഭിമാനിക്കാം. തീർച്ചയായും അത് നല്ല ഒരു കാര്യം തന്നെയാണ്. എന്നാൽ രായ്ക്ക് രാമായണം 10 മിനിറ്റിൽ കാര്യങ്ങൾ മാറ്റിപ്പറയുന്ന അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തോട് യാതൊരു കാരണവശാലും നമുക്ക് എന്നല്ല ആർക്കും തന്നെ യോജിക്കാൻ പറ്റില്ല എന്ന് മാത്രം സ്നേഹപുരസ്സരം ഓർപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നവരെ നന്ദി, നമസ്കാരം.